പ്രൈസ് ദി ലോർഡ്. 36 സങ്കീർത്തനം 7 വാക്യം. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പാപത്തിന്റെ ചിന്തകളാൽ മനുഷ്യനെ പിശാച് തിന്മകളുടെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ദൈവസ്നേഹമാണ് ഒരു ഭക്തനായ ദൈവ പൈതലിന്റെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ദുഷ്ടരുടെ മാർഗമെന്ന് പറയുന്നത് അത് നാശത്തിലേക്കും മരണത്തിലേക്കുമാണ് നയിക്കുന്നത്. താൻ ചെയ്യുന്ന പാപങ്ങളൊന്നും കണ്ടുപിടിക്കുകയില്ല എന്നും താൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടുകയില്ല എന്നുമാണ് എപ്പോഴും തിന്മകൾ ചെയ്യുന്നവർ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും പാപത്തിലേക്ക് വീണ്ടും വീണ്ടും നാം എത്തിച്ചേരുവാനായിട്ട് കാരണമായി തീരുന്നത്. എന്നാൽ പാപത്തിൽ നിന്ന് അകന്ന് നന്മയിൽ ജീവിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തോട് ചേർന്ന് നടക്കുവാനുമായിട്ടാണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഈ ഒരു സങ്കീർത്തനത്തിലൂടെ നമ്മോട് വിളിച്ച് പറയുന്നത്. ആ ദൈവത്തിലാണ് നാം ഓരോരുത്തരും ആശ്രയിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. തിന്മകളിൽ പതിക്കാതെ നമ്മുടെ ജീവിതം സംരക്ഷിക്കണമേ എന്ന് മാത്രം ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കുവാനും അഹങ്കാരത്തിന്റെയും ദുഷ്ടതകളുടെയും ഒക്കെ മാർഗങ്ങൾ ഒന്ന് വെടിഞ്ഞ് അനുതാപത്തിലൂടെ ദൈവത്തെങ്കിലേക്ക് തിരിയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ശ്രമിക്കാം. അതിനുവേണ്ടിയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകൾ. പാപത്തിന്റെ ലോകത്തിൽ നിന്ന് ഒന്ന് വേറിട്ട് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു പാപിയുടെ മാനസാന്തരത്തിന് അത്രയധികം വിലയുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനങ്ങളൊക്കെയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാനായിട്ട് നമ്മുടെ സർവശക്തനായ തമ്പുരാന് കഴിയും. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാം. അതുമാത്രമായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. നമുക്ക് അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. അവൻ നമ്മെ ചേർത്ത് പിടിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.